ഹലോ. ഇന്ന് നമ്മൾ തോരപ്പള്ളിയിൽ പുലർച്ചെ തന്നെ കാട് കാണാൻ വേണ്ടി ഇറങ്ങിട്ടോ. അപ്പോൾ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ആനയൊന്നും ആ സൈഡിൽ നിന്ന് നമ്മൾ കാണുകൂടിയില്ല. വല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ശോഭി പറഞ്ഞു രാവിലെ തന്നെ പോയി ഒരുപാട് ആനകൾ റോഡിൽ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഇറങ്ങിയത്. 5:30 ഇറങ്ങി. 6 മണിയപ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കയറാൻ നേരിട്ടു. പക്ഷെ ഒന്നിനെയും കണ്ടില്ല. ഇത് നമ്മൾ മസനഗുഡി സെൻറ്റർ എത്തി. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് മായാർ എന്ന് പറഞ്ഞൊരു ചെക്ക് ഡാം ഉണ്ട്. അപ്പോൾ സ്വതവേ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് പോവാറില്ല. അപ്പോൾ ഞങ്ങൾ പോവാന്ന് വെച്ചാൽ അവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ കൂടുതലായിട്ട് മാനിനെ കണ്ടുള്ളൂ, വേറെ മൃഗങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ മാനുകൾ ഇങ്ങനെ കുറേ റോട്ടിൽ വരും, വണ്ടി കാണുമ്പോൾ ഓടിപ്പോവും, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണ്ടായിരുന്നു. ഡാമും ഒരു ചെറിയൊരു ഡാം കേട്ടോ അവിടുത്തെ. പിന്നെ ഇത് പോകുന്ന വഴിയിൽ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇത്ര മുക്കിൽ വന്ന ആൾക്കാരൊക്കെ താമസിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഇതാണ് അവിടുത്തെ ഡാം. അപ്പൊ ഇവിടെ നിന്ന് കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്നിട്ട് വേണം, അവിടുന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് മൈസൂർക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ കുറച്ചു നേരം നിന്ന് കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയി. തിരിച്ചു പോകുമ്പോൾ റോഡിൽ നിറയെ മാനുകളാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേനും ഒരു ജീവനും കൊണ്ട് ഓടും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് പോയി ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ തിരിച്ചിട്ട് ഇനി മൈസൂർ പോണ വീഡിയോ നാളെ ഇടാം കേട്ടോ. ബൈ.